ഹായ് ഫ്രണ്ട്സ്. നല്ല ചക്കപ്പഴംപൊരി കഴിച്ചിട്ടുണ്ടോ? ചക്കപ്പൊരി എന്നാണ് ഇതിന് പറയുക. പഴംപൊരിൻ്റെ അതേ കൂട്ടിൽ മുക്കി പൊരിക്കണതാണ്. അപ്പോൾ ദാ ഈ ഒരു ചക്കപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്താണ്. പിന്നെ വറുത്ത അരിപ്പൊടിയാണ് വേണ്ടിയത്, പച്ചരിപ്പൊടി ട്ടോ, പത്തിരിൻ്റെ പൊടി. പിന്നെ ഒരു നുള്ള് മഞ്ഞ കളറും ചേർത്താണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് കലക്കിയെടുക്കുക. നമ്മൾ ശരിയായ പഴംപൊരിൻ്റെ ആ സെയിം കൂട്ടായിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കലക്കിയെടുക്കുക ട്ടോ. നല്ല അധികം കുഴഞ്ഞ് കട്ടിയിലായി പോവുകയും ചെയ്യരുത്. എന്നാൽ ഒരുപാടങ്ങ് ലൂസായി പോവാനും പാടില്ല. നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നമ്മൾ കോട്ട് ചെയ്ത് നിൽക്കാൻ പാകത്തിൽ ഇതേപോലെ ഒന്ന് കലക്കിയെടുക്കുക ട്ടോ. ഇത് കലക്കിയെടുത്താൽ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ദാ ചക്ക നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല വരിക്കച്ചക്കയാണ്. അപ്പോൾ അത് ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമ്മളെ കൂട്ടിലേക്ക് ചക്ക കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുക കേട്ടോ. ഇതെൻ്റെ നെയ്ബർ നൽന്നേച്ചി കൊണ്ടു തന്ന നല്ല അടിപൊളി വരിക്കച്ചക്കയാണ്. അപ്പോൾ ഈ ഒരു ചക്ക അങ്ങനെ മുക്കി പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കൊക്കെ. എനിക്കും ആച്ചിക്കും നമ്മളെ രണ്ടാളെയും ഫേവറേറ്റാണ്. എത്ര ആൾക്കാർക്ക് ഇത് ഇഷ്ടമാണെന്നുള്ളതൊന്ന് കമൻസിൽ അറിയിക്കണേ. അപ്പോൾ അതാ ചൂടായ എണ്ണയിലേക്ക് നന്നായിട്ട് മാവിൽ മുക്കിയിട്ട് ചക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് ബ്രൗൺ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മതി കേട്ടോ. എന്നിട്ടിത് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിനങ്ങനെ ഒരുപാട് സമയം വേവൊന്നുമില്ല. ഒരു കുറച്ച് സമയം ആകുമ്പോഴത്തേക്കും ഒരു ഭാഗം ഒന്ന് വെന്ത് വരും. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ ആ ഒരു അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചെറുതായിട്ട് പുറം ഭാഗം ക്രിസ്പി ആയിരിക്കും. എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ചക്ക പൊരി കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല കട്ടൻ ചായൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കേണ്ടി എല്ലാവർക്കും ഇഷ്ടമാവും. ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എണ്ണയിൽ നിന്ന് എല്ലാ ചക്കപ്പൊരിയും എടുത്ത് മാറ്റിയിട്ടുണ്ട്, കോരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വിളമ്പണ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള നമ്മളെ ചക്കപ്പഴംപൊരി ഇവിടെ റെഡി ആയിണേ. സൂപ്പർ ടേസ്റ്റിയാണ്. തിന്നാനും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. കട്ടൻ ചായൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാനിട്ട ഷോർട്സ്, പഴംപൊരീൻ്റെ ഒരു ഷോർട്സ് കണ്ടപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു. അപ്പോൾ ഈ സെയിം കൂട്ടാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയ പഴംപൊരിക്കും യൂസ് ചെയ്തത് കേട്ടോ. സെയിം മാവ് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികൾ കാണണമെങ്കിൽ ലിയാൻസ് കിച്ചൺ ഒന്ന് ഫോളോ ചെയ്യണേ.